പ്രവാസലോകത്തെ വാർത്തകൾ. കാനഡ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ പാർട്ടിക്ക് ഭരണ തുടർച്ച. 164 സീറ്റുകളിലാണ് ലിബറൽ പാർട്ടിയുടെ മുന്നേറ്റം. തുടർച്ചയായി 4ാം തവണയാണ് കാനഡയിൽ ലിബറൽ പാർട്ടി അധികാരത്തിലെത്തുന്നത്. പിയറി പൊയ്ലീവ്ര നയിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തിയാണ് കാർണി ഭരണമുറപ്പിച്ചത്. 64% വോട്ടാണ് ഒന്റാറിയോയിൽ മാർക്ക് കാർണി നേടിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചതിക്ക് ജനം നൽകിയ ഉത്തരമാണ് ഭരണ തുടർച്ചയെന്ന് കാർണി പ്രതികരിച്ചു. ട്രംപ് വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ മാർക്ക് കാർണിക്ക് സാധിച്ചതാണ് കാനഡയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തും പരിഹസിച്ചും ട്രംപ് നടത്തിയ ചില പ്രസ്താവനകളാണ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പിന്നിലായിരുന്ന ലിബറൽ പാർട്ടിക്ക് മുന്നോട്ട് വരാൻ സഹായകമായത്. തീരുവ യുദ്ധത്തിൽ കാനഡയ്ക്കുമേൽ വലിയ നികുതി ഏർപ്പെടുത്താനും ട്രംപ് മറന്നില്ല. ട്രംപ് ഉയർത്തുന്ന സാമ്പത്തിക സാമൂഹ്യ വെല്ലുവിളികൾ നേരിടാൻ ശക്തമായ ജനപിന്തുണ വേണമെന്ന് കാർണി തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു. കാർണിയെ വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറായതിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാനഡയിലെ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തീർത്തും വഷളായിരുന്നു. ട്രൂഡോയുടെ നിലപാട് തന്നെയാകുമോ കാർണിക്കും എന്നതാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെയ് 1 മുതൽ തായ്ലാന്റിൽ ഡിജിറ്റൽ അറൈവൽ കാർഡ് സംവിധാനം നിർബന്ധമാക്കുന്നു. വിദേശികൾ തായ്ലാന്റിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വിവരങ്ങൾ ഇലക്ട്രോണിക്കായി സമർപ്പിക്കണം. തായ്ലൻഡിൽ പരമ്പരാഗത പേപ്പർ അറൈവൽ കാർഡിന് പകരമായാണ് ഡിജിറ്റൽ കാർഡ് അവതരിപ്പിച്ചത്. മെയ് 1 മുതൽ തായ്ലൻഡിലേക്കുള്ള വിദേശ സന്ദർശകർ ഒരു പ്രീ ഡിപ്പാർച്ചർ ഡിജിറ്റൽ ഫോം പൂരിപ്പിക്കണമെന്ന് ടൂറിസം അതോറിറ്റി അറിയിച്ചു. യാത്രക്കാർ എത്തുന്നതിന് മുൻപ് ഓൺലൈൻ ഫോം പൂരിപ്പിക്കണം. അതിൽ പാസ്പോർട്ട് വിവരങ്ങൾ, വ്യക്തിഗത യാത്രാ വിശദാംശങ്ങൾ, തായ്ലൻഡിലെ താമസം, അടിസ്ഥാന ആരോഗ്യ പ്രഖ്യാപനം എന്നിവ ആവശ്യമായ വിശദാംശങ്ങളിൽ ഉൾപ്പെടുന്നു. യാത്രക്കാർക്ക് അവരുടെ ഷെഡ്യൂൾ ചെയ്ത വരവ് തീയതിക്ക് 3 ദിവസം മുൻപ് അപേക്ഷാ ഫോം സമർപ്പിക്കാനും കഴിയും. വിനോദസഞ്ചാരികൾ, ബിസിനസ് യാത്രക്കാർ, ദീർഘകാല താമസക്കാർ എന്നിവരുൾപ്പെടെ എല്ലാ വിദേശ പാസ്പോർട്ട് ഉടമകൾക്കും ഡിജിറ്റൽ അറൈവൽ കാർഡ് പൂരിപ്പിക്കൽ നിർബന്ധമാണെന്ന് ടൂറിസം അതോറിറ്റി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബിയിൽ ഇലക്ട്രിക് വാഹന രജിസ്ട്രേഷനിൽ വൻ കുതിപ്പ്. 2 വർഷത്തിനിടെ EVകളുടെ എണ്ണത്തിലുണ്ടായത് 81% വർധനവ്. അബുദാബിയിൽ 2024 മാർച്ച് അവസാനത്തോടെ 10,000-ലധികം ഇലക്ട്രിക് വാഹനങ്ങളും 11,000 ഹൈബ്രിഡ് വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തതായി ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വളർച്ചയെ പിന്തുണച്ച് എമിറേറ്റിൽ ഉടനീളമുള്ള പൊതു EV ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 313 പോയിന്റായി വികസിച്ചു. ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ITC സ്വകാര്യ മേഖലാ പങ്കാളിയുമായി സഹകരിച്ച് കൂടുതൽ സ്റ്റേഷനുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അബുദാബി മൊബിലിറ്റി പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതികൾ പ്രദർശിപ്പിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ ഇന്നോവേഷൻ ഉച്ചകോടിയിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. സുസ്ഥിരത, മൊബിലിറ്റി, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നീ മേഖലകളിലെ ആഗോള നേതാക്കൾ, വിദഗ്ധർ എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാൾട്ടയുടെ ഗോൾഡൻ പാസ്പോർട്ട് പദ്ധതി അവസാനിപ്പിക്കാൻ ഉത്തരവിട്ട് യൂറോപ്യൻ യൂണിയൻ കോടതി. EU നിയമനം ലംഘിക്കുന്ന പദ്ധതിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. സമ്പന്നരായ വിദേശികൾ ഏകദേശം 1 ദശലക്ഷം യൂറോ നിക്ഷേപിക്കുന്നതിലൂടെ മാൾട്ടീസ് കൂടാതെ EU പൗരത്വം നേടാനും ഗോൾഡൻ പാസ്പോർട്ട് പദ്ധതി അനുവദിക്കുന്നു. യൂറോപ്യൻ യൂണിയനുമായി ഒരു യഥാർത്ഥ ബന്ധവുമില്ലാതെ തന്നെ വ്യക്തികൾക്ക് യൂറോപ്യൻ യൂണിയനുടനീളം താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം നേടാൻ ഈ പദ്ധതി അനുവദിക്കുന്നുവെന്ന ആശങ്ക ഉന്നയിച്ച് 2022 യൂറോപ്യൻ കമ്മീഷൻ മാൾട്ടയ്ക്കെതിരെ കേസ് നൽകിയിരുന്നു. ഒരു അംഗരാജ്യത്തിന് പൗരത്വം മുൻകൂട്ടി നിശ്ചയിച്ച പേയ്മെന്റുകൾക്കോ നിക്ഷേപങ്ങൾക്കോ പകരമായി നൽകാൻ കഴിയില്ല. കാരണം ഇത് പൗരത്വം നേടുന്നതിനെ വെറും വാണിജ്യ ഇടപാടാക്കി മാറ്റുന്നതിന് തുല്യമാണെന്ന് വിധിന്യായത്തിൽ പ്രസ്താവിച്ചു. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്ക് ദേശീയ പൗരത്വ നിയമങ്ങളിൽ അധികാരമുണ്ടെങ്കിലും മാൾട്ടയുടെ നിക്ഷേപാധിഷ്ഠിത സംവിധാനം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിലുള്ള പരസ്പര വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ധാരാളം വിദേശികൾ അടുത്തിടെ മാൾട്ടയിലേക്ക് കുടിയേറിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദ്യാർത്ഥി വിസകൾ റദ്ദാക്കി. ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയവരുടെ വിസകളാണ് റദ്ദാക്കിയത്. തീവെപ്പ്, ആക്രമണം, കവർച്ച, വന്യജീവി, മനുഷ്യക്കടത്ത്, കുട്ടികളെ അപകടത്തിലാക്കൽ, ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത വിദ്യാർത്ഥികളെയാണ് വിസ റദ്ദാക്കലുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. വിസ റദ്ദാക്കപ്പെട്ട വിദ്യാർത്ഥികളിൽ 90%-ലധികം പേരും ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയിട്ടുണ്ട്.
ചില വിദ്യാർത്ഥികൾ ഇതിനകം US വിട്ടുപോയെങ്കിലും മറ്റുള്ളവരെ ഇമിഗ്രേഷൻ ഏജന്റുമാർ കസ്റ്റഡിയിലെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്ര വിദ്യാർത്ഥികളാണ് ഇപ്പോഴും നാടുകടത്തൽ നേരിടുന്നതെന്ന് വ്യക്തമല്ല. ഭാവിയിൽ വിദ്യാർത്ഥികളെ മാത്രമല്ല മറ്റ് വിസ വിഭാഗങ്ങളെയും ഭരണകൂടം ലക്ഷ്യമിട്ടേക്കാമെന്ന അഭ്യൂഹവുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ സന്ദർശക പ്രവാഹം. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കും. ഗ്ലോബൽ വില്ലേജിന്റെ ഈ സീസണിൽ സന്ദർശകരെ ആകർഷിക്കാൻ ഒട്ടേറെ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ സാംസ്കാരിക പരിപാടികൾ, വിനോദ പരിപാടികൾ, നവീകരിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പാർക്ക് വിപുലീകരിച്ചിട്ടുണ്ട്. നേരത്തെ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും സൗജന്യ പ്രവേശനം അനുവദിച്ചിരുന്നു. ഈ ഓഫർ ഇപ്പോൾ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലഭിക്കും. ഗ്ലോബൽ വില്ലേജിന്റെ 29ാം സീസൺ മെയ് 11-നാണ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.